പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൊണ്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. ഒരു മോരും കൂടെ കാച്ചാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ മുളകൊക്കെ പുരട്ടി നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇതെല്ലാം അരിഞ്ഞെടുക്കണമല്ലോ. നമ്മുടെ അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുറേശ്ശെ ക്ലീനും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ചിരകി തരാം അമ്മയെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷെ അതൊന്നും വരുത്തൊന്നുമില്ലല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ തട്ടിക്കുട്ടിയിട്ടിട്ട് അവൾ പിന്നെയും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അലമ്പാക്കി അടുക്കള മൊത്തത്തിൽ കുളവാക്കി ഇട്ട് തരാൻ എൻ്റെ മോളെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ കുറച്ച് പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അവസ്ഥ. അപ്പോൾ ഞാൻ ആ സമയത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ അവളുടെ ഇഷ്ടത്തിന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടു എല്ലാം അവിയലിന് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞെടുത്തേ. അപ്പോൾ ഈ പ്രായത്തിൽ പച്ചക്കറിയൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ അവിയൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിയലാകുമ്പോൾ എല്ലാ പച്ചക്കറിയും ഉൾപ്പെടുമല്ലോ. ഒത്തിരിയൊന്നും പച്ചക്കറിയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യത്തിന് പച്ചക്കറി, കുറച്ച് കിഴങ്ങും കുറച്ച് നമ്മുടെ ക്യാരറ്റ്, മത്തങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് ആ സമയത്ത് ദേവസ് അവിടെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുവാണേ. പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആക്കിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ, കറി വെക്കും, വറുത്താണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ ഇത് അവിയലിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്കും ഒരാൾക്ക് അവിയൽ ഉണ്ടാക്കുന്നതിന് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ അരച്ച് മോരുകറി വെക്കാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മോരുകറിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ദേവസ് ആ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് തന്ന് ഉപ്പും ഇട്ട് തന്ന് കുറച്ച് തൈരും ഒക്കെ ഒഴിച്ച് തരുവാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് മോരുകറി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് മോരുകറി റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് അവിയലും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈരും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ആ സമയത്ത് മോര് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് മോരും കാച്ചി ഒഴിച്ചു കേട്ടോ. അപ്പം നമുക്ക് മോരുകറിയും റെഡി, പിന്നെ നമുക്ക് അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കറിയും കൂടെ വെച്ചാൽ മതി. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് കറി വെച്ചാൽ മാത്രം മതി. അപ്പോൾ കുറച്ച് അടച്ച് വെച്ച് ഞാൻ വേവിച്ചെടുക്കുവാണ്. കിഴങ്ങും നമ്മുടെ തക്കാളിയും, ചിലർക്ക് തക്കാളി ഇടത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു അവിയൽ വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങളൊന്നും തക്കാളി ഇടത്തില്ല അവിയലിൽ നിന്ന്. ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ആ ഇഞ്ചിയും നമ്മുടെ തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ച പേസ്റ്റ് ഞാൻ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് കുറച്ച് തൈര് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുറുക്കി തിളപ്പിച്ചെടുക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറി. കുറച്ച് ചിക്കനേ ഉള്ളായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ഉച്ചയൂണ് കൊണ്ട് ഒന്നും ആയില്ല, ഇവിടെ കുറേ പണിയുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയൂണൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ കഴിച്ചെടുത്തു. അപ്പോൾ ഞാനും ദേവക്കുട്ടിയും കൂടി ഇരുന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഇത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. തൈരൊക്കെ ഒഴിച്ച് നല്ല ചിക്കൻ കറിയായിരുന്നു. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. അവിയലിൻ്റെ കാര്യം പറയേണ്ട, ഒത്തിരി പച്ചക്കറിയൊന്നും ഇല്ലാഞ്ഞിട്ടും ഞാനൊരു അവിയലൊക്കെ റെഡിയാക്കി എടുത്തു. കൊള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പനീർ മസാലയാണ് കേട്ടോ ഇത്. പനീറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് മസാല നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് പാക്കഡായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, മൈദ, പിന്നെ റവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉഴുന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി എടുത്ത് വെക്കലാണ്. ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്തെടുക്കണം. മൊത്തത്തിൽ അവിടെ ഇവിടെയായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസം ആയിരിക്കും. കാരണം ഇതെല്ലാം ഒന്ന് വാരി വലിച്ച് കിടക്കുവാണ്. നമ്മുടെ അടുക്കള മൊത്തത്തിൽ നാറിക്കിടക്കുവാണ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മയോണൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെജിൻ്റെയാണ് മയോണൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മയോണൈസ് നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല, വെജിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് 200 സംതിങ് രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ അതും മേടിച്ച് ഞാനെല്ലാം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ ഇട്ടൊക്കെ കയറ്റി വെച്ചു. അപ്പോൾ ഓരോന്നൊക്കെ ഇനി എടുത്ത് പിറക്കി വെക്കുവാണ് കേട്ടോ. ഇതൊക്കെ റവയും മൈദയും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇത് ബിരിയാണി റൈസാണിത്. പിന്നെ നമ്മുടെ ഇതില്ലേ എള്ള് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പയർ,
പിന്നെ കുറേ ഹാൻഡ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിയോ മാർട്ടിൽ നിന്നാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ നമ്മളൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് പച്ചക്കറിയിലേക്ക് കിടക്കാം. പച്ചക്കറി മല്ലിയിലയും പുതിനയിലയും പിന്നെ കറിവേപ്പില അത്യാവശ്യമായിട്ട് ഞാൻ 3 സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനിയൊന്നും എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാം. കോളിഫ്ലവർ മേടിച്ചത് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മല്ലിയിലേക്ക് വൃത്തിയൊക്കെ ആയിട്ട്, അതായത് നമ്മൾ ഉണങ്ങിപ്പോകാത്ത രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കണമല്ലോ. അപ്പം ഒരു മാസം 1.5 മാസമൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ റെഡിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇതുവരെ അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് കുറച്ച് എടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം. ആദ്യം ഞാൻ ഈ ഗ്രോസറി സാധനം, അതായത് ഈ പാക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ഞാനൊന്ന് അടുക്കളയിലൊന്ന് കൊണ്ട് വെക്കട്ടെ. പൊട്ടിക്കാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഒരിടത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മല്ലിയിലയും പുതിനയിലയും ഒന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം മല്ലിയിലയും പുതിനയിലയും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കെട്ടൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു പാത്രവും വേണം, അടപ്പുള്ള പാത്രവും കൂടെ എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് കത്രിക വെച്ച് ഇങ്ങനെ കണ്ടിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെച്ച് ഇതിനകത്ത് ലേശം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഒരു പകുതി പാകത്തിന് വെള്ളം ഒഴിച്ച് ഞാനിത് മൂടിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ചെയ്യുന്നത് കേട്ടോ. ഇത് മല്ലിയില, ഇനി അടുത്തത് പുതിനയിലയും നമുക്ക് ചെയ്യണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വയ്ക്കാവേ. മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കളറൊന്നും അങ്ങനെ മങ്ങത്തൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പുതിനയില റെഡിയാക്കി എടുക്കണം. പുതിനയില ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്ത പാത്രത്തിലോട്ട് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് വെക്കാം. അതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാം കേട്ടോ. ഈ ക്ലീൻ ചെയ്യലെന്ന് പറയുന്നത് ഭയങ്കര ഒരു പണി തന്നെയാണ്. അപ്പോൾ എത്ര നേരം എടുത്തെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ തന്നെ എല്ലാം ഒതുക്കി പറക്കി വരുമ്പോഴത്തേക്കും ഒരു സമയമാകും. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് എടുത്ത് വെക്കും. ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും മേടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതൊരു വലിയ ജോലിയായിട്ട് അവിടെ തന്നെ അങ്ങ് കിടക്കും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഈ മുകൾ ഭാഗത്തായിട്ട് എല്ലാം എടുത്ത് വെക്കുവാണ് കേട്ടോ. ഇപ്പോൾ എടുക്കാത്ത സാധനങ്ങളെല്ലാം ഞാനെടുത്ത് മുകളിലോട്ട് വെക്കുവാണ്. അതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ ഭാഗം ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ. വർക്ക് ഏരിയയിലാണെങ്കിൽ നമ്മളൊന്നും കഴിഞ്ഞ തവണ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും, അടുക്കള ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാ കുപ്പി ഗ്ലാസുകളും കാര്യങ്ങളും എല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ വർക്ക് ഏരിയ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. സാധാരണ എല്ലാവരുടെ വീട്ടിലുള്ള വർക്ക് ഏരിയ ഒന്നുമല്ല ഇവിടെ. ആ ഭാഗം അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുത്ത 2 ഡോറും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെയും അങ്ങനെ കുറച്ച് ഗ്രോസറി സാധനങ്ങളാണ്, നമ്മുടെ വാഷ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ ദേവക്കുട്ടിയുടെയും എല്ലാം ബ്രഷും സോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തക്കാളി കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാനതെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കും കേട്ടോ. അപ്പം എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. മയോണൈസൊക്കെ എടുത്ത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു.
പിന്നെ നമുക്ക് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കുക, തൂക്കുക, തുടയ്ക്കുക. പിന്നെ കുറേ ഈച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഈച്ചക്ക് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഈച്ച ശല്യമായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഈച്ച ശല്യം മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് നമ്മുടെ തറയിലോട്ട് തളിക്കുമ്പോഴത്തേക്കും ഈച്ച ശല്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കും 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈച്ചയൊക്കെ അങ്ങ് പോകും കേട്ടോ. ആ വെളുത്തുള്ളിയുടെ മണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കംഫർട്ട് ഇച്ചിരി മുക്കി അങ്ങോട്ട് തുടച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെളുത്തുള്ളിയുടെയും മണം അങ്ങ് മാറി കിട്ടും കേട്ടോ. ഈച്ചയൊക്കെ പോയിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.